الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബലിപെരുന്നാളും അയ്യാമുത്ത് തശ്രീഖുമെല്ലാം അവസാനിച്ചു. ഹജ്ജ് അതിൻ്റെ പരിസമാപ്തിയിലാണുള്ളത്. ഹജ്ജിൽ നിന്നും ബലിപെരുന്നാളിൽ നിന്നും വിരമിക്കുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താവണം എന്ന് വിശദീകരിക്കുന്നതാണ് ഇന്നത്തെ ഖുത്ബ. അള്ളാഹു പ്രയോജനപ്പെടുത്തുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഹാജിമാരോടുള്ള സംസാരമല്ല. കാരണം ഹാജിമാർ നമുക്കിടയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും, അതല്ലെങ്കിൽ മുസ്ലിം ലോകം മുഴുവനും ഹാജിമാരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച ആളുകളാണ്. ദുൽഹജ്ജ് ആദ്യ 10 മഹത്തായ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തി ധാരാളം പുണ്യങ്ങൾ അനുഷ്ഠിച്ചവർ, അറഫ നോമ്പെടുത്തവർ, ബലിയറുത്തവർ, ഇങ്ങനെയെല്ലാമാണ് മുസ്ലിം ലോകം ഹജ്ജിനോട് ഐക്യദാർഢ്യപ്പെട്ടിട്ടുള്ളത്. ഹജ്ജ് നിർവഹിച്ച ആളുകൾ മാത്രമല്ല, മറിച്ച് ലോകം മുഴുവനും, മുസ്ലിം ലോകം മുഴുവനും ഹജ്ജിനോട് ഐക്യദാർഢ്യം അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഹജ്ജ് അതിൻ്റെ പരിസമാപ്തിയിലേക്കും അതുപോലെ തന്നെ നാം ബലിപെരുന്നാളിൽ നിന്നും അയ്യാമുത്ത് തശ്രീഖിൽ നിന്നുമെല്ലാം പുറത്തു വന്ന് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഘട്ടത്തിൽ ഇനി തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാവണം, നാം ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്തെല്ലാമായിരിക്കണം, ഹജ്ജ് കാലത്തിന് ശേഷം നാം സ്വീകരിക്കേണ്ടുന്ന കൃത്യമായ 4 ജാഗ്രതകൾ, 4 നിലപാടുകളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഖുത്ബ. പ്രയോജനപ്പെടുത്തുന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം തുടക്കത്തിൽ ഓതിവെച്ച ഖുർആൻ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
സൂറത്തുൽ ബഖറയിലെ 200-201 വചനങ്ങളാണ്. ആ വചനത്തിന്റെ പ്രാരംഭത്തിൽ അള്ളാഹു പറയുന്നത് ഹജ്ജിൽ നിന്നും അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് കിട്ടിയ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്. അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ. ആ ദിക്റുള്ള ഇനി ശിഷ്ടകാലത്തുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജാഗ്രതയോടെ നിലനിർത്തണം. അതാണ് ഒന്നാമത്തെ നിലപാട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ ജാഗ്രതയോടെ നിലനിർത്താനുള്ള സൂക്ഷ്മത, അതാണ് വിശ്വാസി ഒന്നാമതായി സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിൽ നാം ഓതിവെച്ച 200-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത്, فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا. ഹജ്ജിന്റെ ചടങ്ങുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവെ സ്മരിക്കണം. കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ അനിസ്ലാമിക കാലഘട്ടത്തിൽ സ്മരിച്ചിരുന്നത് പോലെ അനിസ്ലാമിക കാലഘട്ടത്തിൽ ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവരെ പിതാക്കന്മാരെ സ്മരിക്കും. പ്രപിതാക്കളെ ഓർത്തുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് വിവിധ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇനി നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ അശദ്ദ ദിക്റ, നിങ്ങളുടെ പ്രപിതാക്കൾ ആ കാലത്ത് നിങ്ങൾ സ്മരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്മരിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. ഹജ്ജിന്റെ ചടങ്ങുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക എന്ന് പറയാണ് ഖുർആൻ. ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഹജ്ജ് ഘട്ടത്തിലും ഹജ്ജിൽ നിന്ന് വിരമിച്ചാലും ഒക്കെ ചില ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പടച്ചോനെ ദുനിയാവിൽ നൽകണേ, ദുനിയാവ് നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇഹലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ. അവരെ സംബന്ധിച്ച് പറയാണ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാവില്ല. അതാവാൻ പാടില്ല നിങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതേസമയം ഹാജിമാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, ഹജ്ജിന്റെ ഘട്ടത്തിൽ അവരുടെ പ്രാർത്ഥനയും ഹജ്ജിൽ നിന്ന് വിരമിച്ചാൽ അവരുടെ പ്രാർത്ഥനയും എന്താണ്? നാഥാ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ. ഇഹലോകത്ത് മാത്രം പോരെ പടച്ചോനെ, പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകണമേ, ഞങ്ങളുടെ ഇഹവും പരവും നന്നാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ജനങ്ങളിലുണ്ട്. ആ പ്രാർത്ഥനയാണ് ശരിയായ നിലപാടെന്ന് പറയുന്നത്. ഒന്നാമത്തെ കൽപ്പന, അതല്ലെങ്കിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് ഒന്നാമത്തെ നിലപാട്, ഹജ്ജോ ഹജ്ജ് കാലമോ മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ളയുടെ കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലും ദിക്റുള്ള വേണം. ഈ ആരാധനാ കർമ്മങ്ങളെ എല്ലാം ദിക്റുള്ളക്ക് വേണ്ടിയാണ്. നമസ്കാരം ദിക്റുള്ളക്കാണ്, ജുമുഅ ദിക്റുള്ളക്കാണ്. അതാണ് വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിലേക്ക് നിങ്ങൾ ദ്രുതഗതിയിൽ വന്നേക്കണേ, വേഗത്തിൽ വന്നേക്കണേ. വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ അള്ളാഹുവിനെ ഓർക്കാൻ ദിക്റുള്ളയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണേ. എല്ലാം ദിക്റുള്ളക്ക് വേണ്ടിയാണ്, എല്ലാ ആരാധനാ കർമ്മങ്ങളും. ഹജ്ജും ദിക്റുള്ളക്ക് വേണ്ടിയാണ്, ബലിപെരുന്നാളിലെ ബലികർമ്മവും ദിക്റുള്ളക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിലുമുള്ളത് ദിക്റുള്ളയാണ്. എല്ലാ ഘട്ടങ്ങളിലും വിശ്വാസി അള്ളാഹുവിനെ ഓർക്കുകയാണ്. അതുകൊണ്ട് ആ ഘട്ടം കഴിഞ്ഞാൽ, ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഓർക്കണ്ട എന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളുടെ ചടങ്ങുകളിൽ നിന്ന്, ഹജ്ജിന്റെ ചടങ്ങുകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാലും നിങ്ങളുടെ പ്രപിതാക്കൾ ഒരു കാലത്ത് നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ അളവിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ദിക്റുള്ളയിൽ നിന്ന് മുക്തമായ ജീവിതം വിശ്വാസിക്കില്ല. ഹദീസുകളിൽ ഇപ്രകാരം കാണാൻ കഴിയും, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ദിക്റുള്ളയായിരുന്നു പ്രവാചകന്റേത്, പ്രവാചകന്റെ നിലപാട്.
ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർക്കുക, മനസ്സിൽ ഓർക്കുക മാത്രമല്ല പറയുകയും ചെയ്യുക. രണ്ടും ചേർന്നതാണ് ദിക്റുള്ള എന്ന് നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ട്. രണ്ടും ചേർന്നതാണ് ദിക്റുള്ള. ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ തമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാഹ്. നീ മരണപ്പെടലാണ്. നീ മരിക്കുമ്പോ നിന്റെ നാവ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നനഞ്ഞ അവസ്ഥയിൽ നീ മരിക്കലാണ്. ദിക്റുള്ളയിൽ നിന്റെ നാവ് നനഞ്ഞ അവസ്ഥയിൽ നീ മരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്തിനാ ദിക്റുള്ള? അതിന് കൃത്യമായ മറുപടി ഖുർആൻ നൽകി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. പണത്തിന് വേണ്ടി, പദവികൾക്ക് വേണ്ടി മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹൃദയത്തിന്റെ സമാധാനം, മനസ്സിന്റെ സമാധാനം ആത്യന്തികമായിട്ട് വിശ്വാസി നേടിയെടുക്കുന്നത്, മനുഷ്യൻ നേടിയെടുക്കുന്നത് ദിക്റുള്ളയിലൂടെ മാത്രമാണ്, അള്ളാഹുവെ സ്മരിച്ചുകൊണ്ട് മാത്രമാണ്. അതിനാണ് ദിക്റുള്ള എന്ന് പറയുന്നത്. ആ ദിക്റുള്ള എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഖുർആനിലൂടെ, ഹദീസിലൂടെ സഹോദരങ്ങളെ അള്ളാഹുവും അവന്റെ ദൂതനും നമ്മെ ഉണർത്തുകയാണ്. ഹജ്ജിൽ നിന്നും, ഹജ്ജ് കാലത്ത് നിന്നും വിരമിച്ചാലും വിശ്വാസി ദൈവസ്മരണ തുടരണമെന്ന കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 200ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്. ആ ദൈവസ്മരണ എപ്രകാരമാവണമെന്നാ തുടർന്ന് പറഞ്ഞത്? നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളെ സ്മരിച്ചിരുന്നത് പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ അളവിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ഈ വചനത്തെ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അവരെ പറയാണ്, അനിസ്ലാമിക കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിൽ നിന്ന് വിരമിച്ച ശേഷം വീണ്ടും അറബികൾ മിനായിൽ പോകും. അവര് മിനായിലേക്ക്. എന്നിട്ട് മിനായിൽ ഒത്തുകൂടി ഓരോ ഗോത്രവും മരണപ്പെട്ടു പോയ തങ്ങളുടെ പ്രപിതാക്കളുടെ വീരകൃത്യങ്ങൾ, സ്വാഭിമാനം വിവരിക്കുകയും അവരവരുടെ ഗോത്രപരമായ മഹത്വങ്ങൾ പൊങ്ങച്ചം പറയും. അവർ പ്രപിതാക്കളെ സംബന്ധിച്ച്, പൂർവികരെ സംബന്ധിച്ച്, കാരണവന്മാരെ സംബന്ധിച്ച് പൊങ്ങച്ചം പറയും. അതിനുവേണ്ടിയാണ് ഓരോ ഗോത്രങ്ങളും ഇങ്ങനെ മിനായിൽ ഒരുമിച്ച് കൂടുന്നത്. ഒരു ഗോത്രം ഒരു രീതിയിൽ പറഞ്ഞാൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന രീതിയിൽ, അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള പൊങ്ങച്ചമായിരിക്കും അടുത്ത ഗോത്രം പറയുക. അങ്ങനെ പരസ്പരം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് അവര് മത്സരിക്കുമായിരുന്നോ? ഖുർആൻ ഇതിനെ എതിർക്കുകയാണത് പാടില്ലാത്ത കാര്യമായിരുന്നു. അത് നിങ്ങളുടെ സമയം പാഴാക്കുകയായിരുന്നു. പരസ്പരം അഹങ്കരിച്ചുകൊണ്ടും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഹജ്ജിന് ശേഷം മിനായിൽ ഒത്തുകൂടിയിരുന്നില്ലേ? അതൊരു പാഴ്വേലയായിരുന്നു, ഒന്നിനും കൊള്ളാത്ത ഒരു പ്രവർത്തനമായിരുന്നു അത്. നിങ്ങളെ സമയം വെറുതെ വേസ്റ്റാക്കി കളയുകയായിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആ പണിക്കൊന്നും നിങ്ങൾ പുറപ്പെടണ്ട. മറിച്ച് ഹജ്ജിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ ആ ചെയ്തിരുന്ന സ്ഥാനത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഹജ്ജ് ഘട്ടത്തിൽ ദിക്റുള്ളയായിരുന്നു. അള്ളാഹുവിനെ സ്മരിക്കാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലും വാക്കുകളിലുമായിരുന്നു ഹാജി മുഴുകിയിരുന്നത്. ഹജ്ജ് കഴിഞ്ഞാലും ദിക്റുള്ളയാ വേണ്ടത്. അള്ളാഹനെ ഓർക്കുക. എങ്ങനെയാ ദിക്റുള്ള വേണ്ടതെന്ന് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ദിക്റുള്ള നിർവഹിക്കുക. അതാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാലും, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു വന്നവരെ പോലും ദിക്റുള്ളക്ക് പകരം ചൊല്ലിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ബിദ്അത്തുകളുമാണ്. പല ബിദ്അത്തുകളും ചൊല്ലിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ദിക്റുള്ളയുടെ സ്ഥാനത്ത് അതും ചെയ്യാൻ പാടില്ലാത്തതാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല. പുതുതായിട്ട് ദീനിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ബിദ്അത്തുകളാണ്, അതൊക്കെ വഴികേടിലേക്കുള്ളതാണ്. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മൗലിദുകളും റാത്തീബുകളും കുതുബിയ്യത്തും നൂറെ ഹബീബും നൂറെ അജ്മീറും മഹ്ലറത്തുൽ ബദരിയയും, അങ്ങനെ ധാരാളം അനാചാരങ്ങളുടെ കൂത്തരങ്ങ് പലപ്പോഴും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞാലും ആളുകൾ ഇതെങ്ങനെ ചൊല്ലിപ്പറയും. ചൊല്ലാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതും ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഉള്ളടക്കമുള്ളതുമായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതിനെല്ലാം പകരം ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള ദിക്റുകൾ
ധാരാളം അത് തന്നെയുണ്ട്. ഖുർആനിലും ഹദീസിലും വന്ന ദിക്റുകൾ തന്നെ, വാരിദായ ദിക്റുകൾ തന്നെ ധാരാളമുണ്ട്. അതാണ് ചൊല്ലേണ്ടത്, അതാണ് പറയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ട് വചനങ്ങൾ, അത് പറയാൻ വളരെ എളുപ്പമാണ്. അതേസമയം തന്നെ നാളെ തുലാസിൽ വലിയ കനം തൂങ്ങുന്നതാണ്, വലിയ ഭാരമുള്ളതാണ് ആ രണ്ട് വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആ രണ്ട് വചനങ്ങൾ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. അതുപോലെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ധാരാളം ദിക്റുകളുണ്ട്. പ്രഭാതത്തിൽ ചൊല്ലേണ്ടതുണ്ട്, പ്രദോഷത്തിൽ ചൊല്ലേണ്ടതുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടതുണ്ട്, ഉറക്കിൽ നിന്ന് എണീറ്റാൽ ചൊല്ലേണ്ടതുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടതുണ്ട്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടതുണ്ട്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടതുണ്ട്, മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് പറയേണ്ടുന്ന ദിക്റുകളുണ്ട്, അവിടെ നിന്ന് പുറത്തു വന്നാൽ പറയേണ്ടുന്ന ദിക്റുകളുണ്ട്. അങ്ങനെ ദിക്റുകൾ ധാരാളമുണ്ട്. ആ ദിക്റുകളിൽ ധന്യമായ ജീവിതം നയിക്കാനാ പറയുന്നത്. അള്ളാഹുവെ സംബന്ധിച്ചുള്ള സ്മരണ വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിർത്താനുള്ള പ്രചോദനം എന്താ സഹോദരങ്ങളെ? എന്താണ് ആ പ്രചോദനം? അള്ളാഹനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹനെ എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ ഓർത്തുകൊണ്ടിരിക്കുക. എന്താണ് അതിന്റെ പ്രചോദനം? എപ്പോഴാണ് നമ്മൾ ഒരാളെ സംബന്ധിച്ചിങ്ങനെ എപ്പോഴും പറയുക, അയാളെ എപ്പോഴും ഓർക്കുക, അയാളോട് വല്ലാണ്ട് സ്നേഹം നമുക്കുണ്ടാകുമ്പോഴാ. അപ്രകാരം തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റും സഹോദരങ്ങളെ. അള്ളാഹുവിനെ സംബന്ധിച്ച് ധാരാളം ഓർക്കുകയും അള്ളാഹുവിനെ ധാരാളം പറയുകയും ചെയ്യുന്ന വിശ്വാസി അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വിശ്വാസിയാണ്. അതുകൊണ്ട് ഹജ്ജ് കാലത്തിൽ നിന്നും ബലിപെരുന്നാൾ അയ്യാമത്ത് തശ്രീഖ് സീസണുകളിൽ നിന്നും വിരമിച്ച വിശ്വാസികൾ അവർ ജാഗ്രതയോടുകൂടി പാലിക്കേണ്ടുന്ന രണ്ടാമത്തെ നിലപാടെന്ന് പറയുന്നത് അവരുടെ എല്ലാറ്റിനും ഉപരിയായ സ്നേഹം അള്ളാഹുവിനോടാവണം എന്നുള്ളതാണ്. അള്ളാഹിനോടാവണം എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള അവരുടെ സ്നേഹം എന്നുള്ളതാണ്. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله. ജനങ്ങളിലുണ്ട് കുറേ ആളുകൾ അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യരെ സ്നേഹിക്കുന്നു, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാളുകളെയൊക്കെ സ്നേഹിക്കുക. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസി ആരാണ്? സത്യവിശ്വാസികൾ ആരാണ്? അല്ലാഹുവിനോട് എല്ലാറ്റിനും ഉപരിയായ സ്നേഹം വെച്ച് പുലർത്തുന്നയാൾ. അല്ലാഹുവിനോട് അശദ്ദു ഹുബ്ബ്, പരമമായ സ്നേഹം അല്ലാഹുവോട് വെച്ച് പുലർത്തുന്നയാളുണ്ടല്ലോ, അയാളാണ് മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ മുഅ്മിനിനെ നിർവചിച്ചുകൊണ്ട് പറയാണ് സഹോദരങ്ങളെ. അങ്ങനെ അള്ളാഹനെ എല്ലാറ്റിനുപരിയായി സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ സ്നേഹം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അള്ളാഹുവിനെ എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നവനായി വിശ്വാസി മാറുക. എല്ലാറ്റിനുപരിയായ സ്നേഹം അള്ളാഹുവിനോടാണ് എന്നുറപ്പ് വരുത്തുക. സഹോദരങ്ങളെ, ഈ ഹജ്ജ് കാലത്തിൽ നിന്നും ബലിപെരുന്നാൾ കാലത്തിൽ നിന്നും ദുൽഹജ്ജ് മാസത്തിലെ ഹജ്ജ് കാലത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ ഒരു ഉറപ്പാണ് നാം നേടേണ്ടത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഇനി നമ്മുടെ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ മനഅ ലില്ലാഹ് വ അഅത ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ. ആരല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവോ, ആരല്ലാഹുവിന് വേണ്ടി കോപിക്കുന്നവോ, ആരല്ലാഹുവിന് വേണ്ടി നൽകുന്നവോ, ആരല്ലാഹുവിന് വേണ്ടി തടയുന്നവോ, നിശ്ചയം അയാളുടെ വിശ്വാസം പൂർണ്ണമായിരിക്കുന്നു. സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷേ ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാവണം. ജീവിതത്തിൽ ഒരാളെയും സ്നേഹിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞത്. പക്ഷേ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയുള്ളതാവണം. അപ്പോഴേ പരമമായ സ്നേഹം അള്ളാഹുവിനോടാവുകയുള്ളൂ. ഒരാൾ കുടുംബത്തിന്റെ ഭാര്യാസന്താനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുമ്പോ അള്ളാഹിന്റെ പരിധികൾ ലംഘിച്ചാൽ അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി അയാളുടെ ഈമാൻ ദുർബലമായി. പൂർണ്ണ ഈമാനിന്റെ ഉടമയെന്ന് അയാളെ സംബന്ധിച്ച് പറയുക സാധ്യമല്ല. ഒരാൾ കുടുംബത്തിന്റെ എന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ പലിശയുമായി ബന്ധപ്പെടുന്നു. കുടുംബത്തെ സ്നേഹിക്കുക എന്നാണ് അയാളുടെ വിചാരം. പക്ഷേ അതിനുവേണ്ടി അള്ളാഹു നിരോധിച്ച കാര്യം ചെയ്യാൻ,
പലിശയുമായിട്ട് അയാൾ ബന്ധപ്പെടുന്നു. വേറൊരാൾ കൂട്ടുകാരുടെ ഇഷ്ടം നിറവേറ്റാൻ അവരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്നു. കൂട്ടുകാരെ സ്നേഹിക്കാനാണ് അയാളുടെ വിചാരം, അയാളുടെ ചിന്ത. അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്നു. ഇവരൊന്നും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി അല്ലാത്തിടത്തോളം കാലം ഈമാനിന് പൂർണ്ണതയില്ല, അവര് വിശ്വാസിയാവുന്നില്ല എന്ന പ്രവാചകൻ പറഞ്ഞത്. അതിനാൽ തന്നെ അള്ളാഹുവോടുള്ള നേരത്തെ പറഞ്ഞ ആളുകളുടെ സ്നേഹം പരമമല്ല, എല്ലാറ്റിനുപരിയല്ല. അത്തരക്കാരെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പലതവണ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, നോക്കൂ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറബ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു പറയാണ്, പ്രവാചകരെ നിങ്ങൾ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളും അതുപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനവും നിങ്ങൾ നാശം ഭയപ്പെടുന്ന കച്ചവടവും അതുപോലെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ താമസ സൗധങ്ങളും, ഇതിനൊക്കെ പൂർണ്ണമായിട്ടും കൈവെടിയണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഇണകളെയും എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാവണം, അള്ളാഹുവിനേക്കാളുള്ള സ്നേഹമാവാൻ പാടില്ല. ഖുർആൻ ചോദിക്കുകയാണ്, ഇവരോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനേക്കാളും പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനയുമായിട്ടവൻ വരുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിജയം സൗഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പരമമായ സ്നേഹം ഈ ഭൗതികമായ അനുഗ്രഹങ്ങളോടാണെങ്കിൽ അള്ളാഹുവിന്റെ പരമമായ സ്നേഹം നിങ്ങൾ നേടിയെടുത്തിട്ടില്ല. അള്ളാഹുവിനോടുള്ള പരമമായ സ്നേഹം നിങ്ങൾ നേടിയെടുത്തിട്ടില്ല. അതാണ് ഖുർആൻ പറയുന്നത്. ആ സ്നേഹം നിങ്ങൾ നേടിയെടുക്കാത്ത കാലത്തോളം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, മനസ്സിലാക്കണം. അള്ളാഹു പറയാണ്, അധർമ്മികളായ ആളുകളെ അള്ളാഹു തആല നിർവഴിയിലാക്കുകയില്ല. ആരാണ് അധർമ്മി എന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞത്? അള്ളാഹുവോടുള്ള സ്നേഹത്തെക്കാൾ, അള്ളാഹുവിന്റെയും ദൂതന്റെയും മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാൾ ഈ പറയുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെയും ഭൗതികമായ വിഭവങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കണം, എല്ലാവരോടുമുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കണം. പക്ഷേ അള്ളാഹുവോടുള്ള സ്നേഹത്തിന് വേണ്ടിയാണ് വിശ്വാസികൾ അതെല്ലാം നിർവഹിക്കുന്നത്. വിശ്വാസിയുടെ എല്ലാറ്റിനുപരിയായ ഏറ്റവും ഉന്നതമായ സ്നേഹം അള്ളാഹുവോടാണെങ്കിൽ അള്ളാഹുവിന്റെ പരിധിയിൽ ജീവിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അള്ളാഹുവിന്റെ പരിധിയിൽ ജീവിക്കുന്നതിനാണ് അള്ളാഹുവിനെ സമ്പൂർണ്ണമായും അർപ്പിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ സമ്പൂർണ്ണമായും അർപ്പിക്കാൻ അയാൾ തയ്യാറാകും. ആര് തയ്യാറാകും? അള്ളാഹുവോട് എല്ലാറ്റിനുപരിയായിട്ടുള്ള ഏറ്റവും ഉന്നതമായ സ്നേഹം വെച്ച് പുലർത്തുന്നയാൾ അള്ളാഹ്ക്ക് സമ്പൂർണ്ണമായിട്ടും അയാളെ സമർപ്പിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണല്ലോ. ഒരാൾ വേറൊരാൾക്ക് എന്ത് കാര്യം ചെയ്തു കൊടുക്കുകയാണ്? അയാൾ പറയുന്നത് മുഴുവനും ചെയ്തു കൊടുക്കുകയാണ്. ആർക്കാണ് ചെയ്തു കൊടുക്കുക? ആരോടാണോ സ്നേഹമുള്ളത് ആ സ്നേഹമുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് ചെയ്തു കൊടുക്കുക. സ്നേഹവും സമർപ്പണവും തമ്മിൽ നല്ല ബന്ധമാണ്. അള്ളാഹുവിനുള്ള സമ്പൂർണ്ണമായ സമർപ്പണവും സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ഹജ്ജ് കാലത്തിൽ നിന്നും അതുപോലെ തന്നെ ബലിപെരുന്നാളിൽ നിന്നും വിരമിച്ച വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, സമർപ്പണമാണ് ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത്. സമർപ്പണമാണ് ഹജ്ജിന്റെ സന്ദേശം, സമർപ്പണമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. ഹജ്ജും ബലിപെരുന്നാളും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അയവിറക്കുന്ന ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ മാതൃക എന്നുള്ളതാണ്. സമർപ്പണത്തിന്റെ മാതൃക എന്ന രീതിയിലാണ് അള്ളാഹ് എന്തൊക്കെ ഇബ്രാഹിമിനോട് പറഞ്ഞോ അക്കാര്യങ്ങളെല്ലാം അനുസരിച്ചവൻ. എന്ത് പ്രയാസമുണ്ടായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച പ്രവാചകൻ.
അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശേഷണം. ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു എപ്പോഴെല്ലാം അബ്രഹാം പ്രവാചകനോട് നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞോ, അപ്പോഴെല്ലാം അല്ലാഹുവിനെ സമർപ്പിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അല്ലാഹുവിനുള്ള സമ്പൂർണ്ണമായ സമർപ്പണം എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാത്രം ബാധ്യതയല്ല. അതൊക്കെ ഇബ്രാഹിം നബിയുടെ ബാധ്യത, അതൊക്കെ പ്രവാചകന്മാരുടെ ബാധ്യത. നമ്മൾ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് സൗകര്യമുള്ള ഇടങ്ങളിൽ അല്ലാഹുവിനെ കേൾക്കുക. അങ്ങനെ ഒരു നിലപാട് വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. ജീവിതം മുഴുവൻ അല്ലാഹുവിനെ സമർപ്പിക്കുവാനാണ്. അല്ലാഹുവിന് ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നവനാണ് മുസ്ലിം. അസ്ലമ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വളരെ സുപ്രധാനമായ അർത്ഥമാണ് സമർപ്പിച്ചു. എങ്ങനെ സമർപ്പിച്ചു? സമ്പൂർണമായും സമർപ്പിച്ചു. അതാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ പറയാനാണ്, അങ്ങനെ പ്രഖ്യാപിക്കാനാണ്, അങ്ങനെ പ്രതിജ്ഞയെടുക്കാനാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു പറയാണ്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകരെ, നിങ്ങൾ പറയണം, നിശ്ചയം എൻ്റെ നമസ്കാരം, എൻ്റെ ബലി, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ ജനനം തൊട്ട് എൻ്റെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ നമസ്കാരം, എൻ്റെ ബലി, എൻ്റെ മതകാര്യങ്ങൾ, എൻ്റെ ആത്മീയ കാര്യങ്ങൾ അവിടെ മാത്രം പരിമിതപ്പെടുന്നില്ല. മറിച്ച് എൻ്റെ ജനനം മുതൽ എൻ്റെ മരണം വരെ എൻ്റെ മുഴു ജീവിതവും അല്ലാഹുവിൻ്റെ നിയന്ത്രണങ്ങളിലാണ്. അതാ അല്ലാഹുവിനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് വിശ്വാസി നടത്തേണ്ടത്. ആത്മീയ കാര്യങ്ങളിൽ മാത്രം അല്ലാഹുവിനെ സമർപ്പിക്കുകയും സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊരു സമീപനം ഒരു മുസ്ലിമിൽ നിന്നൊരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയാവുമ്പോൾ അയാളെക്കുറിച്ച് വിശ്വാസി എന്ന് പറയാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഈ നിലപാടിനെയാണ് ഇന്ന് പലരും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതിവാദമായി, തീവ്രവാദമായിട്ട് ചിത്രീകരിക്കുന്നത്. സമ്പൂർണമായിട്ടും അല്ലാഹുവിനും റസൂലിനും കീഴ്പ്പെടണം, അള്ളാന്റെയും റസൂലിന്റെയും വചനങ്ങൾക്ക് ജീവിതം മുഴുവനും കീഴ്പ്പെടണം എന്ന് പറയുമ്പോ അതൊരു അതിരുവിട്ട വാദമായിട്ട് സമൂഹത്തിൽ ചിലർ അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പല രാഷ്ട്രീയ കക്ഷികളും അവർക്ക് മറുപടിയില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പല വിവാദങ്ങളും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത്. ദീനീ കൂട്ടായ്മകൾ വിശേഷിച്ചും വൈജ്ഞാനികമായ സത്യസന്ധത പുലർത്താൻ ബാധ്യസ്ഥരാണ്. മതസംഘടനകൾ അടക്കമുള്ളവർ വൈജ്ഞാനികമായ സത്യസന്ധത പുലർത്താൻ ബാധ്യസ്ഥരാണ്. ആത്മീയ രംഗത്തെന്ന പോലെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ മേഖലകളിലും കൃത്യമായ വെളിച്ചം, മാർഗദർശനം നൽകുന്ന ദീനാണ് ഇസ്ലാം. ഈ ആശയമാണ് ശരി. ഈ ആശയത്തെ അതിവാദമായും മതരാഷ്ട്രീയമായിട്ടും ചിത്രീകരിക്കുന്നത് ശരിയല്ല, ന്യായമല്ല. അത്തരം ചിത്രീകരണങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും കാലഘട്ടങ്ങളിൽ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് കൊണ്ടാണ് അതിലൊന്നുകൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിച്ച സഹോദരങ്ങളെ, ഇസ്ലാം വിശ്വാസിയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഭാഗികമായ സമർപ്പണമല്ല, സമ്പൂർണമായ സമർപ്പണമാണ്. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന മേഖല എന്നൊന്നുമില്ല. അല്ലാഹു പറയുന്ന അങ്ങനെയാണ്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിശ്ചയം അല്ലാഹു തആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. സ്വർഗം അവർക്ക് പകരം നൽകാം. സ്വർഗം പകരം നൽകാം. നിങ്ങൾ നിസ്കരിച്ചാൽ സ്വർഗം പകരം നൽകാം. നിങ്ങൾ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ, അതല്ലെങ്കിൽ നോമ്പ് മാത്രം നിർവഹിച്ചാൽ, അതല്ലെങ്കിൽ ആത്മീയം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതകാര്യങ്ങൾ എന്ന വൃത്തത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം, അതല്ലെങ്കിൽ ദിക്റും സ്വലാത്തും തസ്ബീഹും മാത്രം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം നൽകാമെന്നല്ല അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾ അള്ളാഹുവിനെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം പകരമായി അള്ളാഹു നൽകുമെന്ന. ജീവിതവും മരണവും അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴാണ് അള്ളാഹുവോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാവുന്നത്. സഹോദരങ്ങളെ, അള്ളാഹിനോടുള്ള സ്നേഹം എന്ന് മാത്രമല്ല, സ്നേഹിക്കുന്ന ആർക്കും എന്തും അർപ്പിക്കുന്ന ഒരു പ്രകൃതം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യനൊരു നായയെ വളർത്തുന്നു എന്ന് സങ്കല്പിക്കുക. ശർഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നായയെ വളർത്തുന്നുണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ കാലികളുടെ സംരക്ഷണത്തിന്, അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ സംരക്ഷണത്തിനൊക്കെ നായ്ക്കളെ വളർത്താമെന്ന് ശർഈൽ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും ഒരാളൊരു നായയെ വളർത്തുന്നു എന്ന് സങ്കല്പിക്കുക. ഈ മനുഷ്യൻ, ഈ നായയുടെ യജമാനനായ മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഒഴുക്കിൽപ്പെട്ടു, എന്താ നമ്മൾ കാണുന്നത്? ആ നായ ഉടനെ ആ ഒഴുക്കിൽ ഇറങ്ങുകയാണ്.
ഒരുപക്ഷെ ആ നായയുടെ ജീവനം നഷ്ടപ്പെട്ടേക്കും. പക്ഷേ തന്റെ ജീവനേക്കാൾ അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്റെ യജമാനനെയാണ്. അതാണ് തന്റെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട്, തന്റെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ആ ഒഴുക്കിലേക്ക്, കുത്തൊഴുക്കിലേക്ക് ഇറങ്ങി നീന്തുകയാണ് നായ. മനുഷ്യന്റെ അല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ തന്റെ യജമാനനോടുള്ള സ്നേഹം അത് വലിയൊരു തെളിവാണ്, വലിയൊരു ദൃഷ്ടാന്തമാണ്. യജമാനനോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണം? ഖുർആനിൽ സൂറത്തുൽ ആദിയാത്ത് എന്ന് പറയുന്ന അധ്യായമുണ്ട്, ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട അധ്യായം. ആ അധ്യായം ഇപ്രകാരമാണല്ലോ, കിതച്ചോടുന്ന പടക്കുതിരകൾ തന്നെയാണ് സത്യം. യജമാനന്റെ ഉത്തരവ് പ്രകാരം പ്രഭാതത്തിൽ പടക്കുതിരകൾ യജമാനന് വേണ്ടി കിതച്ചോടുകയാണ്. കിതച്ചോടുന്ന പടക്കുതിരകൾ തന്നെയാണ് സത്യം. ഉരസിക്കൊണ്ട് തീപ്പൊരി ഭാരിക്കുന്ന തന്റെ യജമാന്റെ എതിരാളികളുമായിട്ട് പോരാടുമ്പോ ഉരസിക്കൊണ്ട് തീപ്പൊരി ഭാരിക്കുന്ന പടക്കുതിരകൾ തന്നെയാണ് സത്യം. അതിരാവിലെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന, തന്റെ യജമാനന്റെ യതിരാളികളുടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പടക്കുതിരകൾ തന്നെയാണ് സത്യം. പൊടിപടലങ്ങൾ ഇടയ്ക്ക് വിടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. തന്റെ യജമാനന്റെ ഉത്തരവ് പാലിക്കാൻ ആ കുതിര തന്റെ ജീവനെ പോലും ഭയപ്പെടുന്നില്ല. കുതിരക്കെതിരെ വെട്ടുവീഴും, കുതിരകൾ ചത്തുവീഴും. പക്ഷേ കുതിരകൾ തന്റെ മരണത്തെ പോലും ഭയപ്പെടാതെ യജമാന പ്രീതിക്ക് വേണ്ടി കിതച്ചോടുകയും അതുപോലെ തന്നെ ഉരസിക്കൊണ്ട് തീപ്പൊരി പാറിക്കുകയും പ്രഭാതത്തിൽ അക്രമങ്ങൾ യജമാനന് വേണ്ടി പ്രഭാതത്തിൽ യജമാന്റെ എതിരാളികളെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ പോരാട്ടം വല്ലാത്ത ഒരു കൊടുമ്പിരി കൊണ്ട പോരാട്ടമായി മാറുമ്പോ പൊടിപടലങ്ങൾ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ആ പടക്കുതിരകളുടെ യജമാന സ്നേഹം എത്ര വലുതാണ്. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയം മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. മനുഷ്യന് നന്ദിയില്ലല്ലോ എന്നാ ഖുർആൻ ചോദിക്കുന്നത്. ഈ പടക്കുതിരകളുടെ അവരുടെ സ്വഭാവത്തെ, അവരുടെ അർപ്പണത്തെ, അവരുടെ ത്യാഗബോധത്തെ എന്ന് പറഞ്ഞാൽ യജമാന പ്രീതിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ആ പടക്കുതിരകളെ ദൃഷ്ടാന്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യനോട് അല്ലാഹു പറയാണ്, അതാണ് സമർപ്പണം, അതാണ് സമർപ്പണം. അതുപോലെ യജമാനനായ, നിന്റെ യജമാനനായ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥനും മുതലാളിയും യജമാനനുമായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെയും മരണത്തെയും സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം. അങ്ങനെയാണ് ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്തുൽ ആദിയാത്ത് അടക്കമുള്ള വചനങ്ങളിലൂടെ അല്ലാഹു നമ്മോട് ഇതാണ് സഹോദരങ്ങളെ ത്യാഗമെന്ന് പറയുന്നത്. ഇതാണ് സമർപ്പണം. ഈ സമർപ്പണമാണ് അല്ലാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ആദരണീയരായ ഫലസ്തീനികൾ, അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ കുഞ്ഞുങ്ങളടക്കം വലിയ പട്ടിണി, വലിയ പ്രയാസങ്ങൾ, പ്രാരാബ്ധങ്ങൾ, ധാരാളക്കണക്കിന് മരണങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും അവർ ത്യാഗം ചെയ്യുന്നത് ഇത് യജമാന സ്നേഹമാണ്. ഇത് യഥാർത്ഥ യജമാനനായ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പരമമായ സ്നേഹം, അള്ളാഹുവോടുള്ള പരമമായ സ്നേഹം ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഹജ്ജ് കാലത്തിൽ നിന്ന് വിട പറയുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കാനുള്ള മൂന്നാമത്തെ സംഗതി, മൂന്നാമത്തെ നിലപാടെന്ന് പറയുന്നത്. നാലാമത്തെ നിലപാടെന്ന് പറയുന്നത് ഹജ്ജ് കാലത്തോട് വിട പറയുമ്പോ വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന നിലപാട് തന്നെയാണത്. അതായത് ഇഹലോകത്തെയും പരലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണം അവൻ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഹജ്ജിൽ നിന്നുള്ള മടക്കം ദീനിൽ നിന്ന് ദുനിയാവിലേക്കുള്ള മടക്കമായി മനസ്സിലാക്കരുത്. ഉഖറവി ചിന്തയിൽ നിന്ന് ദുന്നവി ചിന്തയിലേക്കുള്ള മടക്കമായി കാണരുത്. മറിച്ച് ഇഹലോകത്തെയും പരലോകത്തെയും മനോഹരമായി ഇണക്കി ചേർത്തുകൊണ്ടുള്ള സന്തുലിതമായൊരു വീക്ഷണവുമായിട്ട് മുന്നോട്ട് പോവാൻ അവന് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതാണ് ഖുത്ബയുടെ പ്രാരംഭത്തിൽ നമ്മൾ ഓതിവെച്ച ആ വചനത്തിന്റെ രണ്ടാം ഭാഗമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയാണ്, വമിനന്നാസി മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ജനങ്ങളിൽ ചിലരുണ്ട്, അവര് പറയുന്നത് എന്താണ്? ദുനിയാവിൽ പടച്ചവനെ നൽകണേ എന്ന. എന്നാൽ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പടച്ചവനോട് പരലോകം ചോദിക്കുന്നല്ലേ അയാൾക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാവില്ല. എന്നാൽ വമിൻഹും മയ്യഖൂലു,
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരുടെ പ്രാർത്ഥന എന്താണ്? പടച്ചവനെ ദുനിയാവിൽ നൽകണേ എന്നതോടൊപ്പം തന്നെ അവരെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ പരലോകത്തും നൽകണേ എന്നതാണ് അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നിർവഹിക്കുന്നവരുണ്ടല്ലോ, അവരാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നവർ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവരെ സമ്പാദിച്ചതിന്റെ വിഹിതം അവർക്ക് ലഭിക്കും. ഇഹലോകത്തും പരലോകത്തും പടച്ചവനെ നന്മ ചെയ്യണേ, പരലോകത്ത് നന്മ ചെയ്യണേ എന്ന് പറയാതെ ഈ ലോകത്തിന്റെ കാര്യം മാത്രം ചോദിക്കുന്നവർക്ക് അള്ളാന്റെ വിഹിതം യാതൊന്നും പരലോകത്തുണ്ടാവില്ല. എന്നാൽ ഇഹത്തിലും പരത്തിലും നന്മ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. അവർക്കാണ് അവർ സമ്പാദിച്ചതിന്റെ വിഹിതം ഉണ്ടാവുക. അല്ലാഹു തആല അതിവേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. അല്ലാഹു പറയാണ്, സഹോദരങ്ങളെ, അതാവണം വിശ്വാസിയുടെ നിലപാട്. ഹജ്ജിൽ നിന്ന് വിരമിച്ചവരോടാണ് അല്ലാഹു പറയുന്നതെങ്കിൽ ഇതിന്റെ ആശയം എല്ലാവർക്കും ബാധ്യസ്ഥരാണ്, എല്ലാവർക്കും ബാധകമായ ആശയമാണ് ഇതിന്റെ ആശയം എന്ന് പറയുന്നത്. വിശ്വാസി പരലോകത്തെയും ദുനിയാവിനെയും അവഗണിക്കരുത് എന്നാണ്. ഇരു ലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കേണ്ടത്. ഇരു ലോകത്തിന് വേണ്ടിയുമാണ് അവൻ പ്രാർത്ഥിക്കേണ്ടത്. അനിസ്ലാമിക കാലഘട്ടത്തിൽ ഈ പറയുന്ന ആളുകൾ ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവര് നമ്മൾ പറഞ്ഞല്ലോ, പൊങ്ങച്ചം പറയാൻ വേണ്ടി മിനായിലേക്ക് വീണ്ടും പുറപ്പെടുമായിരുന്നു. പൊങ്ങച്ചം പറയുക മാത്രമല്ല, മിനായിൽ ചെന്നുകൊണ്ട് അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ ഞങ്ങളുടെ പ്രപിതാക്കൾക്ക്, ഞങ്ങളുടെ പൂർവികർക്ക്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, അതുപോലെ സമ്പാദ്യം ഞങ്ങൾക്കും നൽകണേ. അല്ലാഹുവേ, അവർക്ക് ധാരാളം പാനപാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെയുള്ള പാനപാത്രങ്ങൾ, കുടിക്കാനും കഴിക്കാനുമുള്ള പാത്രങ്ങളൊക്കെ ധാരാളം ഞങ്ങൾക്ക് നൽകണേ. ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരലോകത്തിൽ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയിൽ പരലോകം കടന്നു വരുന്നില്ല. അവരുടെ സ്വാർത്ഥവും ഭൗതികവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ സ്വാർത്ഥവും ഭൗതികവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുവേണ്ടി വലിയ അക്രമങ്ങളും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളും ഒക്കെ അഴിച്ചുവിടുകയായിരുന്നവർ. അങ്ങനെയുള്ള അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതികവും സ്വാർത്ഥവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളും കടിപിടികളും അന്ന് നടന്നിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതേ രീതിയിൽ തന്നെ ഇന്നും നടക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് എല്ലായിടത്തും, അത് ഇസ്രായേലിന്റെ അക്രമങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഫാസിസ്റ്റുകൾ ലക്ഷദ്വീപിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തീർവാഴ്ചകൾ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ അമേരിക്കയിൽ ട്രംപ്, നമുക്കറിയാം, അധികാരത്തിൽ വന്നു. വംശീയവാദിയായിട്ടുള്ള ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ നാട്ടിൽ സമാധാനമുണ്ടോ? സമാധാനമില്ല. ആഭ്യന്തര കലഹങ്ങളാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ സാഹചര്യങ്ങളും നിമിത്തങ്ങളും നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യന്റെ പരലോകബോധം നഷ്ടപ്പെടുന്നു. പരലോക ചിന്ത നഷ്ടപ്പെടുന്നിടത്ത്, ആ ബോധം ഇല്ലാത്തയിടത്ത് സമാധാനം ഉണ്ടാവില്ല. വ്യക്തിക്ക് സമാധാനം ഉണ്ടാവില്ല. വ്യക്തിയുടെ മനസ്സിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, രാഷ്ട്രത്തിൽ സമാധാനമില്ല, അന്താരാഷ്ട്ര തലങ്ങളിൽ സമാധാനമില്ല. എന്തുകൊണ്ട് സമാധാനമില്ലാതായി പോകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതം അത് കേവലം ഭൗതികമായ പ്രചോദനങ്ങളിൽ മാത്രമാവുന്നു എന്നുള്ളതാണ്. ഈ ലോകം നശിക്കുന്നതാണ് എന്ന് നിരന്തരമായിട്ട് ഓരോ വാർത്തകളും നമ്മോട് പറയാണ്. ഓരോ വാർത്തകളും ഇന്ന് ഭാരത്തിൽ നമ്മൾ ഓരോരുത്തരും എണീറ്റപ്പോ, പത്രം വായിച്ചപ്പോ ആദ്യം കണ്ട വാർത്ത എന്താണ്? ആദ്യത്തെ പേജിൽ കണ്ട വാർത്ത എന്താണ്? ഒരു വിമാനാപകടത്തിന്റെ വാർത്ത. ഗുജറാത്തിൽ നിന്ന്, അഹമ്മദാബാദിൽ നിന്ന് ഉയർന്ന ഒരു വിമാനം 242 പേരെ കൊണ്ടാണ് ഉയർന്നതെങ്കിൽ 241 പേരും മരിച്ചു, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. സഹോദരങ്ങളെ, ലണ്ടനിലേക്കുള്ളൊരു യാത്രയായിരുന്നു. ഒരു മനുഷ്യനൊഴികെയുള്ള എല്ലാവരും മരിച്ചിരിക്കുകയാണ്. അതാണ്, അത്രേ മനുഷ്യന്റെ ജീവിതമുള്ളൂ, അത്രയേ ഈ ദുനിയാവുള്ളൂ. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവെന്ന് പറയുന്നത് അത് പരലോകത്തേക്കുള്ള കൃഷിയിടം മാത്രമാണ്. ആ ബോധ്യമാണ്, ആ ചിന്തയാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. ആ ചിന്തയുടെ അടിത്തറയുള്ള ജീവിത വീക്ഷണവും നിലപാടുകളുമാണ് വിശ്വാസി രൂപപ്പെടുത്തേണ്ടത്. സഹോദരങ്ങളെ, അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ മരണപ്പെട്ട ആ സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ, ക്ഷമയും സ്ഥിരതയും നൽകുമാറാവട്ടെ. ഇതുപോലുള്ള അത്യാഹിതങ്ങളിൽ നിന്ന് അല്ലാഹു തആല എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹാജിമാർ ഹജ്ജിൽ നിന്നും നാം ഹജ്ജ് കാലത്തോടും വിട പറയുമ്പോ 4 നിലപാടുകളാണ് ജീവിതത്തിൽ എന്നെന്നും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന ഒരു ദൃഢപ്രതിജ്ഞ നമുക്കുണ്ടാവേണ്ടത്. ആ 4 നിലപാടുകളിൽ ഒന്ന്, അള്ളാഹുവെ സംബന്ധിച്ചുള്ള ഓർമ്മ എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. 2, അള്ളാഹുവോടുള്ള പരമമായ സ്നേഹം കൈവിടാതിരിക്കുക. 3, സമ്പൂർണമായും അള്ളാഹുവിനെ സമർപ്പിച്ചിരിക്കുന്ന
ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. 4, ഇഹലോകത്തെയും പരലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിത വീക്ഷണത്തിന്റെ ഭാഗമായി മാറുക. ഈ നിലപാടുകൾ, ആ നിലപാടുകളിൽ ജീവിക്കുവാൻ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് രണ്ടാമതായും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിന്റെ രാജസിംഹാസനത്തിന് നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും അള്ളാഹു നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ നാഥൻ നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, പലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, അള്ളാഹുവെ, അവിടുത്തെ സ്ത്രീകളെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ, ദുർബലരായ മുഴുവൻ ജനവിഭാഗങ്ങളെയും, മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങളെയും അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലും നീ രക്ഷിക്കണമേ റബ്ബേ. പടച്ചവനെ, അപ്പവും അന്നവും അഭയവും നൽകി അള്ളാഹുവെ അവരെ നീ സഹായിക്കണമേ നാഥ. അല്ലാഹു മൻസുറുൽ മുസ്ലിമീൻ അൽ മുജാഹിദീന ഫീ ഫലസ്തീൻ, അല്ലാഹു മൻസുറഹും ഫീ കുല്ലി മക്കാൻ. അള്ളാഹുവെ, വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് പടച്ചവനെ സമാധാനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ക്ഷമിക്കാനുള്ള ശേഷി പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, അതുപോലെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവെ എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജഅൽനാ മിൻ ഹത്ബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീ ഖുലൂബിനാ ഖില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.
النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.